ക്രിസ്ത്യൻ വോയിസ് എന്ന പേരിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡ് കൂടിയപ്പോൾ ബഹുമാന്യനായ ചീഫ് എഡിറ്റർ ആവശ്യപ്പെട്ടു, നമുക്കിതിന് മലയാളത്തിലൊരു പേര് കണ്ടെത്തണം, അതിന് യുക്തമായ പേര് കണ്ടെത്തുന്നയാളിന് ഒരു ക്യാഷ് അവാർഡ് തരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പലരും പല പേരുകൾ സജസ്റ്റ് ചെയ്തെങ്കിലും ക്രൈസ്തവ ധ്വനി എന്ന പേര് ഞാൻ നിർദ്ദേശിക്കുകയും അത് എഡിറ്റോറിയൽ ബോർഡ് അംഗീകരിക്കുകയും എനിക്ക് ഒരു ക്യാഷ് അവാർഡ് അതിൻ്റെ പേരിൽ തരികയും ചെയ്തു. ഞാൻ പറയട്ടെ, ആ മാസികയിലെ എഡിറ്റോറിയൽസ് മിക്കവാറും എല്ലാം എഴുതിയിരുന്നത് ഞാനാണ്. എൻ്റെ സ്മൃതിപഥത്തിൽ അഥവാ ക്രൈസ്തവ ലോകത്ത് സുവിശേഷ വിഹിത സഭകളിൽ എന്നും ഓർക്കുന്ന ഒരു സംഭവം, നിരവധി ആളുകൾ അക്കാലഘട്ടത്തിൽ ആത്മീക നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യത്യസ്ത സഭകളിലെ പെന്തക്കോസ്ത്, ബ്രദറൻ, അതുപോലെ തന്നെ ബാപ്റ്റിസ്റ്റ്, ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റിലെ ബഹുമാന്യനായ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ മിഷൻ ഹില്ലിലും അനേക മീറ്റിങ്ങുകൾ നടത്തി. എന്താണെന്നറിയാമോ? ബൈബിളിനോടുകൂടെ അപ്പോക്രിഫ പുസ്തകങ്ങൾ കൂടെ ചേർക്കാൻ ഒരു നീക്കം ബൈബിൾ സൊസൈറ്റി ആരംഭിച്ചു. അത് തടയിട്ടത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നേതൃത്വം നൽകിയ ഈ മാസികയിൽ സുദീർഘമായിട്ടുള്ള, അത് മാത്രമല്ല സയുക്തികമായിട്ടും ഏറ്റവും ഉചിതവുമായിട്ടുള്ള എഡിറ്റോറിയൽസ്, ലേഖനങ്ങൾ ആ മാസികയിൽ വരികയും ബൈബിൾ സൊസൈറ്റി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ആ മീറ്റിങ്ങുകൾ കൊണ്ട് എനിക്ക് സാധിച്ച ഒരു വലിയ നേട്ടമുണ്ട്. വ്യത്യസ്ത ക്രൈസ്തവ ലോകത്തെ, നമ്മുടെ മലയാളി ക്രൈസ്തവ മേഖലകളിലെ നിരവധി അറിയപ്പെടുന്ന ദൈവദാസന്മാരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ, ആത്മീക ബന്ധം, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ പറയട്ടെ, ഇതെല്ലാം ദൈവം പാവപ്പെട്ടവനായ എന്നെ, ഞാൻ അതേ വാക്ക് ആവർത്തിച്ച് പറയട്ടെ, എളിയവനായ എന്നെ അവിടുത്തെ മഹത്തായ ശുശ്രൂഷയ്ക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കുവാനുള്ള വേദിയൊരുക്കുകയായിരുന്നു. ആ സമയത്ത് മിക്ക യോഗങ്ങളിലും ഉദ്ഘാടകനായിരുന്ന വ്യക്തിയായിരുന്നു ആർ കൃഷ്ണൻകുട്ടി. എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള അനുഗ്രഹീതനായ വ്യക്തിയാണ്. ചുരുക്കത്തിൽ ഈ മിഷൻ ഹില്ലിലെ ഈ എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷയുടെ പുതിയ മേഖലകൾ കണ്ടെത്തുകയല്ല, പുതിയ മേഖല അറിയാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച പുതിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് അനുഭവിച്ചറിയുവാനും ദൈവം ഭാഗ്യം നൽകി.